നമസ്കാരം. നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ശക്തമാക്കി കൊച്ചിയിൽ പോലീസിന്റെ നടപടികൾ. വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അദ്ദേഹം വിമാനത്താവളങ്ങൾ വഴി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അറസ്റ്റിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. നേരത്തെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിലെ വീട്ടിൽ സിദ്ദിഖ് ഇപ്പോൾ ഇല്ല. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ പോലീസിന് ഇപ്പോൾ കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, സിദ്ദിഖ് സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കാനുള്ള സൂചന കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിനുള്ള നീക്കം പോലീസ് നടത്തുന്നത്. അറസ്റ്റിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. സിദ്ദിഖിന് എതിരെ ലുക്കൌട്ട് നോട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കൊച്ചി പോലീസ് ഇപ്പോൾ കടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന യുവനടിയുടെ പരാതിയിലാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തത്. അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് തള്ളിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആക്കാനുള്ള നടപടിയാണ് പോലീസ് ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിലില്ല. കേരളത്തിൽ ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്.